ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഡിന്നർ കഴിക്കാൻ പോവുകയാണ്. ഏത് ഷോപ്പിലേക്കാണ് പോകുന്നത് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. ഞാൻ തീരുമാനിച്ചിട്ടുണ്ടോ? ഓക്കെ, നമ്മളപ്പോൾ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ഏതെങ്കിലും ഷോപ്പ് കണ്ടെങ്കിൽ അവിടെ കയറും. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ ഈ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ ബിൽഡിംഗ്. നമ്മളിവിടെ നടന്നിട്ട് ഏതെങ്കിലും ഷോപ്പ് കണ്ടെത്തിയിട്ട് ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. പിന്നെ ദിലുവിൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരെയും കൂടെ കണ്ടിട്ട് പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വരും. അപ്പോൾ ഇന്ന് ഫുഡ് ഉണ്ടാക്കാൻ നല്ല മടിയായി. പിന്നെ അത് മാത്രമല്ല ഇന്ന് സൺഡേ ആണ്. അപ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. വീക്കെൻഡൊക്കെ അല്ലേ, അപ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പം ഞാൻ നിൽക്കുന്നത് മദീന സൈഡ് ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ബാക്ക് സൈഡാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ മദീന സൈഡ് ഷോപ്പിംഗ് കോംപ്ലക്സ്. ഇതിൻ്റെ സൈഡിലൊരു എക്സിബിഷനൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. ഇവിടെ കുറേ റൈഡ്സ് ഉണ്ടായിരുന്നു. അതായത് കുട്ടികൾക്കൊക്കെ കയറാൻ പറ്റിയിട്ടുള്ളത്. ഇത് ചിലതിലൊക്കെ നമുക്ക് അഡൾട്ട്സിനും കയറാൻ പറ്റുന്നുണ്ട്. പക്ഷെ കൂടുതലും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇതുപോലത്തെ റൈഡ്സ് ആയിരുന്നു. നല്ല ക്യൂട്ടായിട്ടുള്ള, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുള്ള റൈഡ്സാണ് ഇവിടെ ഉള്ളത്. പക്ഷെ ഇപ്പം അധികം ആൾക്കാരെ കാണുന്നില്ല. ഇത് ഒരു 3 മാസമായി തുടങ്ങിയിട്ട്. അപ്പോൾ ആൾക്കാർ വന്ന് കഴിഞ്ഞെന്ന് തോന്നുന്നു. പിന്നെ ഇത് റമദാൻ്റെ ടൈമാണ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനത്തെ റൈഡ്സൊക്കെ കുറേ ഉണ്ട്. പിന്നെ ഇത് റൈഡ്സ് മാത്രമല്ല കേട്ടോ, ഇവിടെ ഫുഡ് ഐറ്റംസും ഉണ്ട്. പക്ഷെ ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോയില്ല. കാരണം അതൊരു ഫിലിപ്പീൻസ് ടൈപ്പ് ഓഫ് ഫുഡ്സാണ് അവിടെ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നത് ഇതൊരു ഫിലിപ്പീൻസ് കൺട്രിയിൽ നിന്നുള്ള ഒരു എക്സിബിഷനായിട്ടാണ് തോന്നിയത്. പിന്നെ ഒരുപാട് ഇങ്ങനെ ഫണ്ണായിട്ടുള്ള ഗെയിംസ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാ എൻ്റെ ഹസ്ബൻഡ് ഇത് ഫോണിൽ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വരുന്നുണ്ടായിരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവിചാരിതമായ നിമിഷത്തിലാണ് നമ്മൾ കണ്ടുപിടുന്നത്. നല്ല പർച്ചേസൊക്കെ കഴിക്കണോ നോക്കണല്ലോ. ഇവിടെ ഒരു സംഭവം കണ്ടപ്പോൾ ഞാൻ സ്റ്റക്കായിപ്പോയി. ഇത് എനിക്ക് കളിക്കണം എന്ന് കുറേ ആയിട്ടുള്ള ആഗ്രഹമാണ്. ഞാനിത് നാട്ടിൽ ഇത് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ വന്നിട്ടാണ്, UAE വന്നിട്ടാണ് ആദ്യമായിട്ട് ഇത് കാണുന്നത്. അപ്പോൾ എനിക്ക് കളിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇതെന്നെ പറ്റിയ ചാൻസ് എന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ കൊറിയൻ ഡ്രാമസിലാട്ടോ ഞാൻ ഫസ്റ്റ് കാണുന്നത്. ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ഇത് ഡയറക്റ്റ് കാണുന്നത്. നമ്മുടെ കൊറിയൻ ഡ്രാമസിലൊക്കെ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട്സിനെ പാവപ്പെട്ടിട്ട് കൊടുക്കുന്ന സംഭവമാണ്. ഇതെടുത്തേ എനിക്ക് നമ്മളീ ഇത് പട്ടിക്കുട്ടി പട്ടി കിട്ടില്ല ഓറഞ്ചിന്റെ തീരും കിട്ടില്ല. ഈ ചോപ്പ് കിട്ടുമോ? ചോപ്പടി തിരിങ്ങിട്ട് ബാക്കുവാ. ഗൈസ്, ഈ പിങ്ക് ബണ്ടി നമുക്ക് എന്തായാലും കിട്ടും. പക്ഷേ നമ്മുടെ പൈസ കഴിഞ്ഞു, കോയിൻസ് കഴിഞ്ഞു. 50 ഫിൽസ് മാത്രം നമ്മുടെ കയ്യിലുള്ളൂ. ഗൈസ്, അപ്പം നമ്മൾ 8 നിലയിൽ പൊട്ടിരിക്കുകയാണ്. ഞാൻ 2 പേര് ട്രൈ ചെയ്ത് എന്നിട്ട് കിട്ടിയില്ല. പിന്നെ നമ്മുടെ കോയിൻസ് കഴിഞ്ഞു. അല്ലെങ്കിൽ ഉറപ്പായിട്ട് കിട്ടിയത് പറഞ്ഞാൽ പണ്ടിയെ നമ്മുടെ അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ടൈമിൽ എന്തായാലും എടുക്കും, ഉറപ്പാണ്.
അങ്ങനെ പാവക്കുട്ടി കിട്ടാത്ത വിഷമം നമ്മൾ ഇതുപോലെ മദീനത്ത് ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ ഉള്ളിലുള്ള കുറേ ഷോപ്പുകളിലൊക്കെ വെറുതെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നിട്ട് ആ വിഷമം അങ്ങോട്ട് തീർത്തു. ഇവിടെ കുറേ ബാഗുകളൊക്കെ ഉണ്ട്. അതായത് ഇതൊക്കെ കോപ്പീസാട്ടോ, ഈ വലിയ ബ്രാൻഡ്സിൻ്റെ ഒക്കെ കോപ്പി ആയിട്ടുള്ള ബാഗുകളൊക്കെ കിട്ടും. ഇവിടെ നല്ല കുറേ കോപ്പി ആയിട്ടുള്ള സംഭവങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഇതാ ഇവിടെ റമദാനിൻ്റെ ഡെക്കറേഷൻസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള തത്രപ്പാടിലാണ്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ കുറേ ഷോപ്പുകളുണ്ട്. നമ്മുടെ മലയാളി റെസ്റ്റോറൻറ്റ്സ് കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ പോകുന്നത് മന്നത്തെന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇവിടെ നമ്മൾ ഇടയ്ക്ക് വരാറുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് എപ്പോഴും ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറ്, ബീഫ് അതൊക്കെയാണ് കഴിക്കുക. അപ്പോൾ ഇന്ന് നല്ല വിശപ്പുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഹെവി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞങ്ങൾ ഇരിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. അധികം കൺഫ്യൂഷനൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ ഇവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്തു കേട്ടോ. അല്ലെങ്കിൽ എന്ത് വേണമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ഇന്ന് വിശപ്പുള്ളതുകൊണ്ട് അത്ര കൺഫ്യൂഷനൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഫുഡ് വരുന്ന സമയം അവർ വർത്താനമൊക്കെ പറഞ്ഞ് ഫോണിലൊക്കെ നോക്കിയിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ നമ്മുടെ അച്ചാർ ഇരിക്കുന്നുണ്ടായിരുന്നു. അച്ചാറൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. കാരണം നല്ല രസമുള്ള അച്ചാർ കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഇത് എന്ന് പറയണത് ഇത് കവറിലൊക്കെ കിട്ടിയിട്ടാണ് വന്നുള്ളത് നമ്മുടെ ഫുഡ്. അതായത് പള്ളിച്ചോറ് എന്നാണ് ഇതിനെ പറയുക. അതായത് നമ്മൾക്ക് നെയ്ച്ചോറിൽ ബീഫ് കറി ഒഴിച്ചിട്ടുള്ളത്, അതാണ് ഈ സംഭവം. അതിനാണ് പള്ളിച്ചോറ് എന്ന് പറഞ്ഞത്. അതായത് ഞങ്ങളവിടെയൊക്കെ ഈ ഇതിൻ്റെ സമയത്ത് പള്ളിയിൽ നിന്നൊക്കെ ഫുഡ് കിട്ടാറുണ്ട്. അതായത് നെയ്ച്ചോറും പിന്നെ കറിയും കൂടെ. അപ്പോൾ എല്ലാം കൂടെ ഒരു കവറിലാക്കിയിട്ടായിരിക്കും നമുക്കത് കിട്ടുക. അപ്പോൾ ആ ഒരു നൊസ്റ്റാൾജിയ തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പള്ളിച്ചോറ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു പള്ളിച്ചോറെന്ന് പറഞ്ഞാൽ തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ഞങ്ങളിത് മുൻപും കഴിച്ചിട്ടുണ്ട് ഇവിടെ വന്നിട്ട്. അപ്പോൾ ഞങ്ങൾ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, കാരണം അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നല്ല വിശപ്പുള്ളതുകൊണ്ട് നല്ല ഫുഡ് കഴിക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് ഓരോന്ന് പറഞ്ഞത്. പക്ഷേ എന്നാലും നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ, അത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചതിനേക്കാളും ടേസ്റ്റ് എനിക്ക് ഇപ്രാവശ്യം കൂടുതലുള്ള പോലെ തോന്നി. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് സാലഡും അതൊക്കെ കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ ഈ നെയ്ച്ചോറിൽ ഈ ഒരു ബീഫ് കറി ഇരുന്നിട്ട് ഇങ്ങനെയുള്ള ആ ഒരു ടേസ്റ്റ് അടിപൊളിയാണ്. ചായ കറക്റ്റ് മധുരം കടുപ്പമല്ലേ. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒരു ചായ കുടിക്കുക എന്നുള്ളത് സ്ഥിരം പരിപാടിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നും നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു ചായ കുടിച്ചിട്ട് എല്ലാം കംപ്ലീറ്റ് ആക്കാമെന്നുള്ള വിചാരിച്ചു. അപ്പം നമ്മുടെ ഫ്രണ്ട് ഫായിസിച്ച തിരിച്ച് പോവാണ്. അപ്പം നമ്മൾ വഴിയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അപ്പോൾ ആൾ പോയി. അപ്പം നമ്മളിനി തിരിച്ച് റൂമിലേക്ക്. അങ്ങനെ ഗൈസ് ഇന്നത്തെ ദിവസം കഴിഞ്ഞു, സൺഡേ തീർന്നു. നമ്മള് പള്ളിക്കെട്ടൊക്കെ മേടിച്ച് 3 പള്ളിക്കെട്ട് മേടിച്ചു. നമ്മള് 3 പള്ളിച്ചോറ വാങ്ങിച്ചു. സോറി, പള്ളിക്കെട്ട്. ഓക്കെ, നമ്മള് 3 പള്ളിക്കെട്ട് ചോറാണ് വാങ്ങിച്ചത്. നമ്മൾ 3 പുള്ളിക്കെട്ട് 3 പുള്ളിക്കെട്ട് മേടിച്ച് 3 പുള്ളിക്കെട്ടും 3 പുള്ളിക്ക് കൊടുത്തു. എന്നിട്ട് അപ്പം നമ്മൾ 3 പള്ളിക്കെട്ട് റൈസായിട്ടാണ് വാങ്ങിച്ചത്. പക്ഷെ അത്രയും ക്വാണ്ടിറ്റി ഉണ്ട്, നമുക്കത് 3 പേർക്ക് അത് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഒരെണ്ണം നമുക്ക് ബാക്കിയായി കണ്ടോ. അപ്പം അത് ഞങ്ങൾ പാഴ്സൽ വാങ്ങിയിട്ട് പോരുകയാണ്. പിന്നെ ഈ കഴിച്ചതൊക്കെ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒരു ചായ കൂടെ കുടിച്ച്. നമ്മളെന്നും ചായ കുടിക്കാറുള്ള കടയാണ് മക്കാനി എന്ന് പറഞ്ഞിട്ട്, മദീനത്ത് ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ ബാക്കിലുള്ള ഷോപ്പാണ്. അപ്പോൾ അവിടെ നമ്മൾ ചായ കുടിച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, അത്രയും വയറ് ഫുള്ളായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സൺഡേ കഴിയാണ്, വ്ളോഗും കഴിയാണ്. ഇന്നത്തെ
സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.